ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ ഇതേ ഒരു വണ്ടി ഇറങ്ങണുണ്ടോ? സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ഡീസൽ റോക്കറ്റ് ക്രൂസാണ്. ക്രൂസിൻ്റെ LTZ ആണ്. എല്ലാവിധ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പോകാൻ പോകുന്നത് 2010 ഇതിൻ്റെ മോഡൽ. പിന്നെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വെറും 42,000 കിലോമീറ്റർ, 42,000 46,000 ഓഡോമീറ്റർ ആണെങ്കിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അത്രയും കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനം, ഓട്ടോമാറ്റിക്കാണ്, സുഖമായിട്ട് ഓടിച്ചു നടക്കാം. മൈലേജ് ഇപ്പോൾ 11 കിലോമീറ്റർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തിരക്കില്ലാത്ത മൈലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ടൗൺ മൈലേജ് ആണത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഈ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഷെവർലയുടെ ഇറങ്ങിയേക്കണതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ തകർത്ത് ഓടിയിരുന്നൊരു വാഹനമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോർക്കും അതേപോലെ തന്നെ ഇനിഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊക്കെ ക്രൂസിനെ വെല്ലാനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. 2 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണം. പിന്നെ LTZ വിത്ത് സൺറൂഫ് വന്നേക്കണ ഓപ്ഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ലോഡറായിട്ടുള്ള വാഹനം, ഓട്ടോമാറ്റിക്കാണ്, അതുകൂടി എടുത്ത് പറയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാര കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. 2010 ഇതിൻ്റെ മോഡൽ. പക്ഷേ 46,000 ചില കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഫുള്ള് ബ്ലാക്ക് ചെയ്തേക്കുന്ന വാഹനം. അതേപോലെ നമ്മുടെ സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ കാണിക്കാം. ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളുണ്ട്, കാരണം വണ്ടി ഇപ്പോൾ വാഷ് ചെയ്തിട്ടില്ല. ചെറിയൊരു മഴ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ചെറിയൊരു സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ പക്ക കണ്ടീഷനുള്ള വാഹനമാണ്. നമുക്കിനി വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് തന്നെ ടോപ്പ് വ്യൂ നോക്കാം. അല്ല, നീറ്റായിട്ടിരിക്കും ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി വീലാർസും എയർ കണ്ടീഷനിലേക്കൊന്ന് വായിക്കാം. വീലാർസ് നോക്കാം. പക്ക സീറ്റിംഗ് നിൽക്കുന്ന വീലാർസ്, നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് കമ്പനി ഒറിജിനൽ അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ ഒരു പെയിൻറ്റിങ്ങിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഡെൻറ്റോ ഒന്നുമില്ല. ചെറിയ രീതിയിൽ പൊടി അഴുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പും പക്ക കണ്ടീഷനിലായിരിക്കണം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിരിക്കും. ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിനി ഇവിടുത്തെ ലാമ്പ് നോക്കാം. ഈ ലാമ്പും നല്ല കണ്ടീഷനിലിരിക്കുന്നു. താഴെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നീറ്റായിട്ടിരിക്കണം. ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ലിറ്ററിൻ്റെ ഒരു ബാഡ്ജും കിട്ടും. അതേപോലെ 2 ഡോറായാലും പക്ക കണ്ടീഷനിലായിരിക്കണം. ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഡോർസിൽ കിട്ടുന്നില്ല. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസും നീറ്റായിട്ടിരിക്കുന്നുണ്ട്. മിഷലിൻ്റെ ഒറിജിനൽ ടയേഴ്സ് വരുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഡീഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്ക് മിറേഴ്സിൽ വരുന്നുണ്ട്. മിറേഴ്സല്ല, വിൻഷീൽഡിൽ വരുന്നുണ്ട്. അതേപോലെ ക്രൂസ് LTZൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. VCDA ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. ഷെവർലയുടെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ഇവിടെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും വന്നുണ്ട്. സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് സൈഡിൽ 2 ഡോറിലേക്ക് വരാം. ഈ 2 ഡോറായാലും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. കീൽ സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡ്സ് നോക്കാം. ഇവിടെ 4 പവർ വിൻഡോസും ORVയും കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോർ പാഡ്സും നീറ്റായിട്ടിരിക്കുന്നു. ഇൻറ്റീരിയർ പോർഷൻ നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയേഴ്സ്, ഒറിജിനൽ സീറ്റ്സ് തന്നെ കിടക്കണം. ഒരു രീതിയിലുള്ളൊരു എക്സ്ട്രാ അഡീഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ്സൊക്കെ നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഗിയർ നോബ് കാണാം. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട്, ബാക്കിയുള്ള ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റേഴ്സ് നമുക്കിവിടെ നോക്കുമ്പോൾ അറൗണ്ട് ഒരു 43,000 കിലോമീറ്റേഴ്സാണ് വാഹനം ഓടിയേക്കണേ. പ്ലാറ്റ്ഫോം നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ സൈഡിൽ ഡോർ പാഡ്സൊക്കെ നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി ഇങ്ങനെ സീറ്റ്സ് കാണാൻ പറ്റും. സൺറൂഫ് വരുന്നുണ്ട്. ഇവിടെ വർക്കിംഗ് സൺറൂഫ് ആണ്. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടിരിക്കുന്നു. ഫ്രണ്ടിൽ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള മൈക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. നല്ല ലെഗ് റൂം നിൽക്കുന്നുണ്ട്. അതേപോലെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ചെറിയ ആംറസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അല്ല, പക്ക കണ്ടീഷനിലിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡോറിന് ക്ലോസ് ചെയ്യാം. എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം.
എൻജിൻ റൂമിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. എൻജിൻ റൂമിൽ ഒരു രീതിയിലുള്ള ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പൊടി അഴുക്കുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് വാഷ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു അപാകത നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആണോ, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇതിന് ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ലിഡിൻ്റെ അഡ്ജസ്റ്റ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ലിഡും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഇതിൻ്റെ കീ ഒന്ന് എടുത്തേക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് സംഭവം ഓപ്പൺ ചെയ്യാം. കണ്ടോ, നല്ല വിശാലമായിട്ടിരിക്കുന്ന ബൂട്ട് കാണാൻ പറ്റും. ഒറിജിനൽ മ്യൂസിക് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡാണ് കയറ്റിയേക്കണേ. നമുക്കിനി അഡ്ജസ്റ്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റ് ആയാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന അഡ്ജസ്റ്റ് കാണാൻ പറ്റും കണ്ടോ. അതേപോലെ ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിയേക്കാം. ഇപ്പോൾ ടയർ നോക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്, എന്നാലും ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ക്രൂസ് കണ്ടു കഴിഞ്ഞു. ക്രൂസ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ 2010 മോഡലാണ്. LTZ ആണ്. സൺറൂഫും അതേപോലെ എല്ലാവിധ ഫീച്ചർ ലോഡറായിട്ട് വന്നിരിക്കുന്ന വാഹനമാണ്. നമുക്കിനി ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാനൊക്കെ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ 2010 ക്രൂസിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ റേറ്റ് ആയിട്ടില്ല, കാരണം വണ്ടിക്ക് അന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും റേറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല, കാരണം ഇത് ഷെവർലെ മോഡലായതുകൊണ്ട് തന്നെ. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോ കിലോമീറ്ററാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. വണ്ടി നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.